അതവൻ എടുത്ത് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ വാർഡൻ അയാളുടെ മുറിക്കകത്തേക്ക് വരിക. അയാൾ ഹീറോയെ കണ്ട് ഷോക്കാവും. നീ ഏതാടാ, നീ ഇവിടെ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് വേറെ ഒരു ചെറിയ പോലീസുകാരൻ വന്നിട്ട്, ഞാനാണ് അവനോട് ഈ ഓഫീസ് ക്ലീൻ ആക്കാൻ പറഞ്ഞു സാർ, സോറി നിങ്ങളോട് പറയാൻ വിട്ടുപോയി, ഞാൻ അവനെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഹീറോയെ വിളിച്ചോണ്ട് പോകും. എന്നിട്ട് തനിച്ചൊരു മുറി കൊണ്ടുപോയിട്ട് ചോദിക്കുക, നീ എന്തിനാണ് ആ മുറി കയറിയത്? ഞാനാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്, സത്യം പറയാം, നീ അയാളെ മുറിയിൽ നിന്ന് എന്തെടുക്കാനാ ശ്രമിച്ചു? എന്നോട് സഹകരിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ വാർഡനെ വിളിച്ചു പറയും. ഹീറോ ഉടനെ വാർഡന്റെ മുറിയിൽ നിന്നും അടിച്ചു മാറ്റിയ കുറച്ച് പണം എടുത്ത് ഈ പോലീസുകാരനെ കൊടുക്കുന്നുണ്ട്. ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിയുടെ മുറിയിൽ കയറിയെന്ന് പറയും. പുള്ളിക്കാരന്റെ മുറിയിൽ ഒരുപാട് പണം ഉണ്ടല്ലോ. സോ ടേപ്പിന്റെ കാര്യം ഇപ്പം ഈ പോലീസുകാരന് അറിയില്ല. പോലീസുകാരനാണെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ മുറി കയറിക്കോ, അടിക്കുന്നതിലൊരു പങ്ക് എനിക്കും വേണമെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞിട്ട് ഹീറോ പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഡോക്ടർ കിമ്മില്ലേ, അയാള് നമ്മുടെ മെയിൻ വില്ലനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നേരെ ജയിലിലേക്ക് വരുന്നു. ആ ദിവസം തടവുകാരുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ തടവുകാർക്കെല്ലാം പ്രത്യേക കേക്കും ഭക്ഷണവും കൊടുത്തിട്ട് അവരെല്ലാം അവരുടെ സെല്ലിനകത്തിരിക്കാൻ പറയും. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി നമ്മുടെ ചെറിയ വില്ലൻ ഒരു പോലീസുകാരനെ സോപ്പിട്ട് വില്ലനെ തീർക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ക്രാപ്പ് തലേനുണ്ട്. ക്രാപ്പൻ കിച്ചണിലേക്ക് വന്ന് അവിടെയുള്ള എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറയും. കാരണം ഡോക്ടർ കിമ്മും നമ്മുടെ വില്ലനും പ്രൈവറ്റ് ആയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാൻ പോവാം. എല്ലാവരും പുറത്തു പോകണം. ഹീറോ ഇറങ്ങി പോകാൻ നിൽക്കുമ്പോഴാണ് ഡോക്ടർ കിമ്മ് വരിക. വില്ലൻ ഹീറോയെ ഡോക്ടർ കിമ്മിനെ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ ചെറുക്കന അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഭാവിയിൽ വലിയ ആളാവുന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയോട് റെസ്റ്റ് ചെയ്യാൻ സെല്ലിലേക്ക് പോകാൻ പറയും. ഇവരെ ബിസിനസ് കാര്യങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. അപ്പൊ ക്രാപ്പനും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോ ഒളിച്ചിരുന്ന് ഇവരെന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടി ഒളിച്ചിരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ വില്ലനാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് അടിച്ച ആ ഹെറോയിനും കൊക്കൈനും ഒക്കെ ഈ ഡോക്ടർ കിമ്മിന് കൈമാറുന്നുണ്ട്. ആ സമയത്തായിരിക്കും ആരും പ്രതീക്ഷിക്കാത്തതുപോലെ നമ്മുടെ ചെറിയ റൗഡിയുടെ ആൾക്കാര് ഈ വില്ലൻ ഇരിക്കുന്ന കിച്ചണിലേക്ക് വരുന്നു. ഹീറോ ഇത് കാണുന്നുണ്ട്. സോ ഈ സമയത്ത് വില്ലന്റെ കൂടെ ആരും ഉണ്ടാവില്ല. ഒരു പ്രത്യേക ടൈമാ. അത് പ്ലാൻ ചെയ്ത് കൊടുത്തത് ക്രാപ്പന. വില്ലനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തീർക്കാന്ന് പറഞ്ഞ് നമ്മുടെ ചെറിയ റൗഡി, ഇവിടെ നടക്കുന്ന ബിസിനസിന്റെ ഒരു പങ്ക് ഞങ്ങൾക്കില്ലാതെ നീ ഒറ്റയ്ക്ക് സൂഹിക്കണ്ടടാ, ഇന്നു മുതൽ ഈ ജയിലിന്റെ തലവൻ ഞാനാണ്, ഞാൻ നിന്നെ കൊല്ലാൻ പോവാണെന്ന് പറയുമ്പോ വില്ലൻ പറയും, ഈ മണ്ടൻ ഒരു തലവനായി കരുതി എന്നെ കൊല്ലാൻ വന്നവരാണോ നിങ്ങൾ? എന്നാൽ ഒരു കാര്യം ഓർത്തോളൂ, നിങ്ങളിൽ ആരുടെ കണ്ണാണ് ഞാൻ തിന്നാൻ പോണെന്നറിയില്ല, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ ബോസിനാണ്. ഇതും പറഞ്ഞ് വില്ലൻ തിളയ്ക്കുന്ന എണ്ണയെടുത്ത് അടിക്കാൻ വരുന്നവരത്തിന്റെ മോന്തയ്ക്ക് ഒഴിച്ചിട്ട് അവനെ വലിച്ച് ടേബിളിലേക്കിട്ട് ഒരു സ്പൂൺ എടുത്ത് അവന്റെ കണ്ണി കുത്തി അവന്റെ കണ്ണ് തോണ്ടിയെടുക്കും. ഞാൻ ഇതുവരെ 9 ആൾക്കാരുടെ കണ്ണ് തിന്നിട്ടുണ്ട്, ഇതിപ്പോ 10ാമത്തെ ആളുടെയാ. ഇനിയും ഒരാളുടെ കണ്ണ് ഞാൻ തിന്നു കഴിഞ്ഞാൽ എനിക്ക് മരണശിക്ഷ തരുമെന്നാണ് ജഡ്ജ് പറഞ്ഞിരുന്നത്. ഞാനത് വാങ്ങിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് ഇവൻ ആ തടവുകാരന്റെ കണ്ണ് തോണ്ടിയെടുത്തു കഴിഞ്ഞു. ഇത്രയും മൃഗീയായിട്ട് കൊടിയ സാത്താനായിട്ട് പെരുമാറുന്ന കാണുമ്പോൾ നമ്മുടെ പൊടിവില്ലൻ അവനാകെ വിറച്ചോ. ഇനി എല്ലാവരുടെ കണ്ണും അയാൾ തിന്നാലോ. അവൻ മുട്ടുകുത്തി സോറി ചോദിക്കുക, സാർ ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, എല്ലാവരെയും മുന്നിൽ വെച്ച് എന്നെ അവമാനിച്ചപ്പോൾ എനിക്ക് വിലയില്ലാതായി, എനിക്കിവിടെ ഒരു സ്ഥാനമില്ലാതായി, അതുകൊണ്ട് ഞാൻ ചെയ്ത അഹങ്കാരമായിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഞങ്ങളെ ജീവനോടെ വിടണമെന്ന് പറഞ്ഞ് ഇവൻ മുട്ടുകുത്തി അയാളോട് യാചിക്കുക. അപ്പോൾ വില്ലൻ മൈൻഡില്ലാതെ കയ്യിലെ രക്തം കഴുകാൻ വേണ്ടി തിരിയുന്ന സമയം ഇവൻ ഒളിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് വില്ലനെ കുത്തും. അപ്പോഴാണ് ഹീറോയുടെ എൻട്രി. ഹീറോ ചാടി വന്ന് ഈ പൊടി വില്ലന്മാരെയെല്ലാം പൊരിഞ്ഞടി കൊടുത്ത് തെറിപ്പിക്കുക. എല്ലാവന്മാരെയും അടിച്ചിടുമ്പോഴാണ് പോലീസുകാർ വരുന്നത് അവസാന സീനിൽ. അങ്ങനെ ഹീറോ രണ്ടാമതും നമ്മുടെ വില്ലനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വില്ലന് ഹീറോയെ കൂടുതൽ വിശ്വാസമായി. പോലീസുകാർ ഇവരെല്ലാം പിടിച്ചോണ്ട് പോവാ, ഇനി ആരും ഇവിടെ അടിയുണ്ടാക്കരുതെന്നും പറഞ്ഞു. ഈ നേരത്ത് പൊടിയൻ റൗഡി വലിയൊരു മണ്ടക്കട്ടയെടുത്ത് ഹീറോയുടെ തലക്കിട്ട് കൊടുക്കും. ചെക്കൻ്റെ ബോധം പോയപ്പോൾ തൻ്റെ ബാക്കിയുള്ള ആ കൊച്ചു ഫ്ലാഷ് ബാക്കിലേക്ക് ഹീറോ വീണ്ടും പോകുന്നു. അനിയൻ ആ കേസ് ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ പോയില്ലേ, അനിയനെ വില്ലന്മാരാരൊക്കെയോ കൊന്നുകളഞ്ഞു, അതൊരു ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർത്തു. ഈ കാര്യം ഹീറോയ്ക്ക് പരിചയമുള്ള മറ്റൊരു പോലീസുകാരൻ ഹീറോയോട് പറയുന്നുണ്ട്. അനിയൻ അന്വേഷിച്ചു വെച്ചതിന്റെ ഒരു ഫയലും കൊടുക്കും. നാട്ടിൽ നടക്കുന്ന പല ക്രൈംസിനും ഉത്തരവാദികൾ ജയിലിനകത്തുള്ള തടവുകാരാണ്. എന്നാൽ അതിന് എവിഡൻസ് ഒന്നുമില്ല. എവിഡൻസ് ഉണ്ടാക്കണമെങ്കിൽ ജയിലിനകത്ത് തന്നെ പോകണം. പുറമേ നിന്നും അനിയൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ആണ് അതിനകത്തുള്ളത്. പക്ഷെ അതുകൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. ഇതാണ് ഫ്ലാഷ് ബാക്കിൽ സംഭവിച്ചത്. ഇപ്പൊ ഹീറോ കണ്ണ് തുറക്കുമ്പോൾ അവനെയും വില്ലനെയും ഡോക്ടർമാർ ചികിത്സിച്ച് വേണ്ട മരുന്നൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുകയായിരിക്കും. ഞാൻ വീണ്ടും നിനക്ക് കടപ്പെട്ടിരിക്കുന്നു, വേണ്ടത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് വില്ലൻ എഴുന്നേറ്റ് പോകും. വില്ലൻ പോയി കഴിയുമ്പോൾ ഹീറോ ബാക്കിയുള്ള ഫ്ലാഷ് ബാക്ക് കൂടെ ആലോചിക്കുന്നു. അനിയൻ അന്വേഷിച്ച കേസിന്റെ വിവരങ്ങൾ ഹീറോ പ്രധാന പോലീസിന് കൈമാറുന്നുണ്ട്. സാർ, ഈ കേസ് അന്വേഷിച്ചുകൊണ്ടാണ് എൻ്റെ അനിയൻ മരണപ്പെട്ടത്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുണ്ട്, അന്വേഷിക്കാൻ ഒരവസരം തരണമെന്ന് ഹീറോ തന്റെ ചീഫിനോട് ചോദിക്കുന്നു. കൂടെ ആ ബഡ്ഡി പോലീസുകാരനുണ്ട്. എന്നാൽ ചീഫ് സമ്മതിക്കില്ല. ഇത് വേറെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാ, നമുക്കങ്ങനെ ഒരു എവിഡൻസും ഇല്ലാതെ ഓപ്പൺ ആയിട്ട് അന്വേഷിക്കാൻ പറ്റില്ല, അതിനെ എന്നെ കൊണ്ട് അനുവദിക്കാൻ പറ്റില്ല, ഇതിൽ ഒരുപാട് പോലീസുകാരും ഇൻവോൾവ് ആണ്, സോ ഓപ്പൺ ആയിട്ട് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റില്ല. പിന്നെ ആരെങ്കിലും ഒളിച്ചും പാത്തും വിടുകയാണെങ്കിൽ അയാളെ ജയിലിലുള്ള ആൾക്കാർ കൊന്നുകളയും, ആ റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ചീഫ് പറയുമ്പോൾ ഹീറോ, ഞാൻ പോകാൻ തയ്യാറാണ്, എന്നൊരു തടവുകാരനായി നിങ്ങൾ ആ ജയിലിലേക്ക് പറഞ്ഞു വിടും.
ഈ ക്രൈമുകൾക്ക് പിന്നിൽ ആരാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു തരാം, എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് ഹീറോ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി തടവുകാരനായി ജയിലിൽ വന്നതായിരുന്നു. ഇതാണ് ഫ്ലാഷ് ബാക്ക്. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ നമ്മുടെ ചെറിയ റൗഡിയില്ലേ, അയാൾ ഒരുപാട് കുഴപ്പക്കാരനാന്ന് പറഞ്ഞ് വേറൊരു ജയിലിലേക്ക് പോലീസുകാർ കൊണ്ടുപോവാം. അവൻ ബാക്കിയുള്ള തടവുകാരെയൊക്കെ പോയി ചാകിനടാന്നും പറഞ്ഞിട്ട് വേറൊരു ജയിലിലേക്ക് പോവാണെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഈ പോലീസുകാരെ കൂടെ പോകും. മൂത്രമൊഴിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിയിട്ട് ഈ തടവുകാരനെ ഇറക്കിയിട്ട് വണ്ടി കയറ്റാതെ അവനെ നടുറോടി വിട്ട് ഒറ്റ പോക്ക് വണ്ടിയെടുത്ത് പുറകെ വന്നൊരു ടാറ്റാ സുമോ ഈ തടവുകാരനെ ഇടിച്ചു തെറിപ്പിച്ച് അവരെ വണ്ടി കയറ്റി കടത്തിയിട്ട് കൊണ്ടുപോയി കളയും. എവിടെയെങ്കിലും കൊണ്ടുപോയി ഡിച്ച് ചെയ്യും, കൊന്നു കളഞ്ഞിട്ട്. അവിടുന്ന് കട്ട് ചെയ്താൽ ജയിലിൽ നമ്മുടെ പ്രധാന വില്ലൻ തന്റെ ടീമിലുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഒരുത്തൻ എനിക്ക് പുറകീന്ന് പണി തന്നു, എല്ലാം അറിയുന്ന ഏതോ ഒരുത്തൻ എനിക്ക് പുറകീന്ന് പണി തന്നു, അതാരാണെന്ന് ഇപ്പൊ സമ്മതിക്കുകയാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാം, അല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നുകളയും, മുന്നിലേക്ക് വാടാന്ന് പറയുമ്പോൾ ഹീറോ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോ ആ ചതി ചെയ്ത് നമ്മുടെ ക്രാപ്പനാണ്. അവൻ മുട്ടുകുത്തി നിന്നിട്ട് എന്നോട് ക്ഷമിക്കണം തലവാ, ഒരു അസുലഭ മുഹൂർത്തത്തിൽ സംഭവിച്ചു പോയതാണ്, അവന്മാരെന്നെ പറ്റിച്ചതാ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് യാചിക്കുക. അപ്പൊ വില്ലൻ ഒരു ചുറ്റികെടുത്ത് നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാ, കൂടെ നിന്ന് ചതിക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല, ആരാട് അവനെ കൊല്ലാൻ പോകുന്നു ചോദിച്ചിട്ട് ഹീറോയുടെ കയ്യിലേക്ക് ആ ചുറ്റി കൊടുത്തിട്ട് നീ തന്നെ അവന്റെ തല അടിച്ച് പൊട്ടിക്കുന്നു പറയും. ഹീറോക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ഇവനെ കൊല്ലണ്ട, ചെയ്ത തെറ്റിന് ഇവന്റെ കൈ നമുക്ക് മുറിച്ച് മാറ്റാന്ന് പറഞ്ഞിട്ട് ഹീറോ ക്രാപ്പനെ പിടിച്ച് അവന്റെ കൈ വെട്ടി മാറ്റുന്നു. മെഷീനകത്ത് വെച്ച് ഹീറോയെ പണ്ട് കട്ട് ചെയ്യാൻ ശ്രമിച്ചതുപോലെ ഇവന്റെ കൈ കട്ട് ചെയ്ത് മാറ്റാണ്. അത് കഴിയുമ്പോൾ വില്ലൻ വിളിച്ച് അവിടെ ഒരു ടവർ ഹൗസ് ഉണ്ട്, ഹീറോയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകും. ഇവിടെ നല്ല വ്യൂവാ, ഞാൻ ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരാറുണ്ട്, നീ എന്നോട് ചോദിച്ചില്ലേ ഞാൻ എങ്ങനെയാണ് ഈ ജയിലിനകത്ത് ഇത്രയും സൗകര്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുന്നതെന്ന്? അതിനൊറ്റ മന്ത്രമേ ഉള്ളൂ, നിന്നെ ആരാണോ എതിർക്കുന്നത് അതിലെ പ്രധാന തലവനെ തട്ടിക്കളയുക, അപ്പം നിനക്കായിരിക്കും ആ സ്ഥാനം. ഓരോരുത്തരെയായിട്ട് തീർക്കണ്ട, തലയെ തീർക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നീ എന്റെ ലീഡിനെ ഫോളോ ചെയ്തു വാ, നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും, ഇത് നമ്മുടെ കോട്ടയാണെന്നും പറഞ്ഞ് അയാൾ പ്രസംഗിക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ജയിൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രധാന ഹെഡിലെ പുള്ളിക്കാരൻ നമ്മുടെ വാർഡനെ വിളിച്ചിട്ട് നീ പുതിയ 2-3 വീടൊക്കെ വാങ്ങിച്ചു എന്ന് കേട്ടു, പുതിയ ഗ്രൗണ്ട് വാങ്ങിച്ചു എന്ന് കേട്ടു, പുതിയ കാറ് വാങ്ങിച്ചു എന്ന് കേട്ടു, ഒരു വാർഡൻ എങ്ങനെ ഇത്രയും സാധനങ്ങൾ ചെറിയ സമയം കൊണ്ട് സമ്പാദിക്കാൻ പറ്റും? വാർഡന്റെ മോന്തയ്ക്ക് ഒരു അടി കൊടുത്തിട്ട് ഹെഡ് പറയും നീയും ഈക്കോയും തമ്മിൽ എന്തോ കരാറുകളുണ്ട്, അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം, ഞാനൊരു സ്പെഷ്യൽ ഓഡിറ്റ് വെച്ചോളാം, പേടിക്കണ്ട, ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വെടിവെപ്പ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ജയിലിൽ വില്ലൻ ഹീറോയെ അന്വേഷിച്ച് നടക്കായിരിക്കും. ഹീറോയെ കാണുന്നില്ല. തടവുകാരോട് ഹീറോ എവിടെ, അവന് ജയിലിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ജയിൽ പുള്ളികളെ കൊണ്ട് നാട് ക്ലീൻ ആക്കുന്ന ചെറിയ പരിപാടിയും കൂടിയുണ്ട് ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ അങ്ങനെ തെരുവ് ക്ലീൻ ആക്കാൻ ആ ടീമിന്റെ ഒപ്പം ഹീറോയെ കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് തടവുകാർ പറയും. പക്ഷെ ഹീറോ പോകാൻ കാരണം പോലീസുകാർക്ക് പണം കൊടുത്ത് രഹസ്യമായി ഹീറോയുടെ പഴയ ബഡ്ഡിയില്ലേ ആ പോലീസുകാരനെ കാണാൻ വേണ്ടി പോയിരിക്കുക. പഴയ ബഡ്ഡി ആരാണെന്നൊന്നും ഇവിടെയുള്ള പോലീസുകാർക്ക് അറിയില്ല, എൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടാണ് ഹീറോ കാണാൻ പോവുക. എന്നിട്ട് വാർഡന്റെ നിന്ന് അടിച്ചു മാറ്റിയ ആ എവിഡൻസ് ബഡ്ഡി പോലീസുകാരന് കൊടുത്തിട്ട് ഈ കേസിൽ പ്രധാനമായിട്ട് 3 പുള്ളികളാ, വാർഡൻ, ഈക്കോ, പിന്നെ ഡോക്ടർ കിമ്മ. ഇപ്പം എൻ്റെ കയ്യിൽ വോയിസ് നോട്ട് മാത്രമേ ഉള്ളൂ, ഇത് വെച്ച് നിങ്ങളൊരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യണം. ജയിലിനകത്തേക്ക് വന്നാൽ ഒരു വിവരവും കിട്ടാൻ പോകുന്നില്ല, അവരെ പുറത്ത് വെച്ച് ക്രൈം ചെയ്യാൻ വേണ്ടി വരുന്ന സ്പോട്ടിൽ വെച്ച് പിടിക്കണം, എന്നാലേ എവിഡൻസോടെ ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം. ഞാൻ എന്തായാലും തിരിച്ച് വീണ്ടും ജയിലിലേക്ക് പോവാണ്, അവര് ക്രൈം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹീറോ ജയിലിലേക്ക് തിരിച്ചു വരും. ഈ സമയത്ത് വാർഡൻ നമ്മുടെ പ്രധാന വില്ലനെ വിളിച്ചു വരുത്തി നിന്നെ ഞാൻ പരോളിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക, അതിനുള്ള അപ്രൂവൽ എല്ലാം കൊടുത്തു കഴിഞ്ഞു, നീ കുറച്ചുനാൾ സന്തോഷത്തോടെ പുറത്തു പോയിരിക്കും, നമ്മൾ ചെയ്യുന്ന ക്രൈമിന്റെ റേറ്റ് ഇത്തിരി കൂടിപ്പോയി, ഹെഡ് നമ്മളെല്ലാം ചിരണ്ടാൻ വേണ്ടി വരുന്നുണ്ട്, അതെനിക്ക് ബുദ്ധിമുട്ടാ, അതുകൊണ്ട് നീ പരോൾ എടുത്ത് വീട്ടിൽ പോയിരിക്കുന്നു പറയും. ഇത് കേൾക്കുമ്പോൾ വില്ലൻ ടെൻഷനായി, നീ ആരോടാ കൽപ്പിക്കണമെന്ന് മനസ്സിലായോ? ഈ ജയിൽ എന്റെ കോട്ടയാ, അത് വിട്ട് നീ എന്നെ പോകാൻ പറയുന്നു. ഒരു സാധാരണ ഡൂക്കിലി വാർഡനായ നിന്നെ ഞാൻ എത്രമാത്രം വളർത്തി, അതെല്ലാം നീ മറന്നുപോയടാ. ഇയാളെ നോട്ടീസ് കീറിക്കളഞ്ഞിട്ട് ഇനി മേലി ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിന്നെയും നിന്റെ ഭാര്യനെയും കൊന്നുകളയും. ആ ഹെഡിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം, നീ കാത്തിരുന്നാ മതി എന്ന് പറഞ്ഞ് രാത്രി വില്ലൻ ടീമിലെ എല്ലാവരുമായിട്ടും പുറപ്പെടുന്നു. ഹെഡിനെ തീർക്കാൻ വേണ്ടി പോവാണ് ഇവര്. ഹീറോയാണ് ഡ്രൈവർ. 2 ടീമായിട്ടാണ് ഇവർ പോകുന്നത്. ഹെഡിന്റെ കൂടെ ഹീറോ എപ്പോഴും ഉണ്ടാവും. ഈ പോകുന്ന വഴിയെ കിട്ടിയൊരു ചെറിയ ഗ്യാപ്പിന് ഹീറോ തന്റെ ബഡ്ഡി പോലീസുകാരനെ വിളിച്ച് വില്ലനും ടീമും ക്രൈം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു, നിങ്ങൾ സ്പോട്ടിലേക്ക് വാ, സ്പോട്ടിൽ വെച്ച് കറക്റ്റായിട്ട് പിടിക്കാന്ന് പറയും. ഹെഡ് പോകുന്ന ഒരു പ്രധാന സ്പോട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് പോലീസ് പടയുമായിട്ട് വരാൻ ഹീറോ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഹീറോ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വില്ലൻ കാണുന്നുണ്ട്. വില്ലൻ വന്നിട്ട് റിസീവർ ചോദിക്കും ആരോടാണ് സംസാരിക്കണേന്ന് അറിയാൻ വേണ്ടി. വില്ലൻ റിസീവർ വാങ്ങിക്കുമ്പം
ഒരു ലേഡിയുടെ ശബ്ദമാണ് കേൾക്കുക. ഹീറോയുടെ അമ്മയെ പോലെ സംസാരിക്കുന്ന ഏതോ ഒരു ലേഡി. ഭാഗ്യത്തിന് ആ ഗ്യാപ്പിൽ അവരേതോ ഒരു ലേഡീനെ സെറ്റ് ചെയ്ത് ഹീറോയെ രക്ഷപ്പെടുത്തി. ഹീറോ ആ സ്പോട്ടിലേക്ക് പോലീസുകാർ എത്രയും പെട്ടെന്ന് വന്ന് ഒളിച്ചിരിക്കാൻ പറയും. അവർ ആ സ്പോട്ടിൽ വന്ന് ഒളിച്ചിരിക്കുന്നു. സ്പോട്ടിൽ ആളനക്കം ഉണ്ടായ ഉടനെ പോലീസുകാർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചാടി വീഴും. എന്നാൽ അവിടെ ഇവർ പ്രതീക്ഷിക്കുന്ന ജയിൽ പുള്ളികൾ ആരും തന്നെ ഉണ്ടാവില്ല. അവിടുത്തെ ജോലിക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് ഹീറോ വില്ലനോട് ചോദിക്കുകയാണ്, നമ്മൾ സ്പോട്ടിലേക്ക് പോയില്ലല്ലോ, ഫൗണ്ടറി പോയില്ലല്ലോ, പിന്നെന്തിനാ ഇവിടെ കാത്തിരിക്കുന്നു, എന്താ സംഭവിക്കണേ, നീ അത് അറിയേണ്ട ആവശ്യമില്ല എന്ന് ഹീറോ പറയും. അങ്ങനെയാണെങ്കിൽ ഹീറോയ്ക്ക് അറിയുന്ന ലൊക്കേഷനും പ്ലാനും വില്ലൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഹീറോ കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വാൻ വരുന്നു. ആ വാനിൽ നിന്ന് ഒരു വലിയ ബാഗ് വലിച്ചുകൊണ്ട് വില്ലന്മാർ വരും. നോക്കുമ്പോൾ ആ ബാഗിനകത്തുണ്ടാവും നമ്മുടെ ഹെഡ്. നീ ഞങ്ങളെ ഒരുപാട് ശല്യപ്പെടുത്തി, ഞാൻ വാർഡനെ പുതിയ ഹെഡായിട്ട് നിയമിച്ചിരിക്കുന്നു. അവൻ ഹെഡാകുമ്പോൾ ഈ നാട്ടിലെ എല്ലാ ജയിലും എന്റെ കൺട്രോളിലാവും. ഇനി തന്നെ ഞങ്ങൾക്കോ ഈ നാടിനോ ആവശ്യമില്ല. അതുകൊണ്ട് ഈ മെഷീനിൽ കടന്ന് ചതഞ്ഞരഞ്ഞോളൂ, നല്ല രസമുണ്ടാവും, വളമായിട്ടെങ്കിലും ഉപയോഗപ്പെടുത്താം. ഇനി നിന്റെ ശല്യം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ വാർഡൻ ഞാൻ റിസൈൻ ചെയ്തോളാം, എന്നെ ജീവനോടെ വിട് എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. എന്നാലും വില്ലൻ ജീവനോടെ വിടില്ല. ഹെഡ് മെഷീനിൽ കടന്ന് ചതഞ്ഞരയുന്നു. ഈ സമയത്തും ഹീറോയ്ക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. എന്തേലും അനക്കമുണ്ടാക്കിയാൽ ഹീറോയുടെ പരിപാടിയും തീരും. സ്പോട്ടിൽ എവിഡൻസോടെ ഇവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ബഡ്ഡി പോലീസുകാരനാണെങ്കിൽ ഇവരെ കാത്തിരുന്ന് സ്പോട്ടിൽ ആള് വരാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയായി. അപ്പൊ വില്ലൻ ഹീറോയെ ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു കൊടുക്കുക. നിനക്ക് ഇവനെ അറിയോന്ന് ചോദിക്കും. ഹീറോയുടെ ബഡ്ഡി പോലീസാണത്. എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ഹീറോ. അപ്പൊ വില്ലൻ നമ്മുടെ ഡോക്ടർ കിമ്മിനെ ഇയാൾ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ഫൗണ്ടറിയിലേക്ക് ഒരുപാട് പോലീസുകാരും വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീമിൽ ഒരു എലിയുണ്ട്, അതാരായിരിക്കുന്നതാണ് നിന്റെ ഒരു ഊഹം? അതിന് ഹീറോ മറുപടി പറയുന്നില്ല. ഒരു പെഗ് എടുത്ത് കുടിക്കുകയാണ്. വില്ലൻ ആർക്കോ ഫോൺ ചെയ്തിട്ട് ആ ഫോൺ ടേബിളിന് മണ്ടേ വയ്ക്കും. എന്നിട്ട് പറയാണ്, പണ്ടൊരു റിപ്പോർട്ടർ ഞങ്ങളെ ചിരണ്ടിക്കൊണ്ട് വന്നിരുന്നു. അവന്റെ ശല്യം മൂത്തപ്പോ കൊന്നു കളയേണ്ടി വന്നു. എന്നാൽ ആ പ്രശ്നം അതോടെ തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം അത് വീണ്ടും മുള പൊട്ടി വന്നിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിങ്ങനെ വില്ലൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബഡ്ഡി പോലീസുകാരന്റെ കരച്ചിൽ ആ ഫോണിലൂടെ കേൾക്കാം. ഹീറോ പറയുന്നു, സ്റ്റോപ്പ്, നിർത്തിക്കോ. അയാൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ പ്രശ്നത്തിന്റെ മുഴുവൻ കാരണം ഞാനാ. അവനെ വിട്ടേക്ക്, ഇതോടെ നിർത്ത്. ഇനി ഞാൻ നീയുമായിട്ട് കുഴപ്പങ്ങളുണ്ടാക്കില്ല, നിർത്തുന്ന് പറയും. അപ്പൊ വില്ലൻ ഇത്രയും ദൂരം വന്നിട്ട് ഇനി നിർത്താൻ പറ്റുമോ? ഇത് കേട്ടുടനെ ഹീറോ ഒരു കുപ്പിയെടുത്ത് പൊട്ടിച്ച് വില്ലനെ അറ്റാക്ക് ചെയ്യാൻ വരിക. അപ്പോഴേക്കും വില്ലന്റെ ആൾക്കാർ ഹീറോയെ പിടിച്ച് അടിച്ച് കെട്ടിവെച്ച് വലിച്ചെടുത്തോണ്ടോ. ഈ സമയത്താണ് വാർഡൻ മനസ്സിലാക്കുന്നത് അയാളുടെ എവിഡൻസ് ആരൊക്കെയോ അടിച്ചു മാറ്റി കൊണ്ടുപോയിന്ന്. അയാൾക്കെതിരെ ഇനി വലിയ കേസ് വരാൻ പോകുന്നു. ഈ കേസെല്ലാം തീർക്കാൻ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് അയാൾ കയ്യിലൊരു തോക്കുമെടുത്ത് നേരെ വില്ലന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ വില്ലൻ ഹീറോയെ കെട്ടിവെച്ചിട്ട് ചോദിക്കുക, നിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത്? നീ എങ്ങനെ ചാവാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. ഹീറോ പറയും, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, ഞാൻ ഈ ജയിലിലേക്ക് വന്ന് തന്നെ ചാവാൻ വേണ്ടിയിട്ടാടാ, നിന്റെ കാലേ വീഴുന്ന് വിചാരിക്കണ്ട. അപ്പൊ വില്ലൻ പറയും, ഞാൻ എൻ്റെ കൈകൾ കൊണ്ടാണ് നിന്റെ അനിയനെ കൊന്നു കളഞ്ഞത്. നിനക്ക് ആ കാര്യം അറിയുമായിരുന്നു? ഹീറോ, ഞാനത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഈ സമയത്ത് ചത്തിട്ടുണ്ടാവും, ഞാൻ നിന്നെ കൊന്നിട്ടുണ്ടാവും. എന്നാൽ പേടിക്കണ്ട, അധികം വൈകാതെ എല്ലാത്തിനും പലിശ സഹിതം ഞാൻ തിരിച്ചു തരുന്നുണ്ട്. അപ്പൊ വില്ലൻ എഴുന്നേറ്റ് ഹീറോയെ മണ്ടയ്ക്കടിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോഴായിരിക്കും വാർഡൻ പോലീസുകാരൻ വരുന്നു. ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല, പെട്ടെന്ന് ഇവന്റെ പണി തീർത്തിട്ട് വാ, നമുക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ വില്ലൻ, നീ നിന്റെ പണി നോക്കി പോടാ, ഇത് ഇത്രയും വഷളാവാൻ കാരണം നീയാണെന്ന് പറയും. ഇത് കേട്ടുടനെ വാർഡൻ ഈഗോ അടിച്ച്, വെറും ഒരു തടവുകാരനായിരുന്ന തെണ്ടി പോലീസുകാരനെ എതിർത്ത് സംസാരിക്കാൻ നിനക്ക് എന്ത് ധൈര്യം വന്നടാ? നിനക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഞാൻ തന്നുപോയി, ഇതിവിടെ വെച്ച് തീർക്കാന്ന് പറഞ്ഞ് അവൻ വെടിവെക്കാൻ നിൽക്കുമ്പോഴേക്കും വില്ലൻ വാർഡന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് ആ തോക്ക് തട്ടിപ്പറിച്ചു വാങ്ങി വാർഡൻ ആ സ്പോട്ടിൽ വെച്ച് എന്നെ വെടിവെച്ച് കൊല്ലുക. എന്നിട്ട് ഹീറോയോട് പറയും, നീ വാർഡനെ കൊന്നിട്ട് സ്വന്തം തലയിൽ തോക്കിട്ട് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയാണ് ഞങ്ങൾ കഥ എഴുതാൻ പോകുന്നത്. ഇനി അടുത്ത വാർഡൻ നമ്മുടെ തൊപ്പിക്കാരൻ ചൈന പോലീസ്. താനെങ്കിലും ഇനി എന്നെ അനുസരിക്കണം എന്ന് പറഞ്ഞ് വില്ലൻ ആ തോക്ക് ചെറിയ പോലീസുകാരന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അത് കഴിയുമ്പോൾ ഹീറോയെ തൂക്കിലേറ്റുന്ന ചടങ്ങാണ്. പക്ഷെ നമ്മുടെ വെപ്രാളക്കാരൻ തൂക്കിലേറാൻ സമ്മതിക്കോ? അവൻ തൂക്കിലേറ്റാൻ വരുന്നവരെയൊക്കെ കാലുകൊണ്ട് മുറുക്കി പിടിച്ച് തല്ലിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഹീറോയെ കൂട്ടുകാരനായിട്ട് വിചാരിക്കുന്ന ഒരു കുഞ്ഞു കള്ളനില്ലേ, ഹീറോ ഇഷ്ടമുള്ള കള്ളൻ, അവൻ ലൈറ്റ് ഓഫാക്കി കളയും ഹീറോ രക്ഷപ്പെടാൻ വേണ്ടി. സോ ചുറ്റിലും ഇരുട്ടാവുമ്പോൾ അതിൽ ആൾക്കാരെ അടിച്ച് രക്ഷപ്പെടാൻ ഹീറോയ്ക്ക് സൗകര്യമായിരിക്കും. ആൾക്കാരെല്ലാം അടിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പക്ഷെ പോലീസുകാർ പരസ്പരം ഇൻഫോം ചെയ്ത് ഹീറോയെ ജയിലിനകത്ത് എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊന്നു കളയാൻ വേണ്ടി ഉത്തരവിടാണ്. പോലീസും വില്ലന്റെ ആൾക്കാരും പൊരിഞ്ഞ തെരച്ചിലായിരിക്കും. ഈ സമയത്ത് ഹീറോ വില്ലന്റെ കോട്ടയായ ഗാർഡനിലേക്ക് വന്ന് അവിടെ നിറച്ചും പെട്രോൾ ഒഴിച്ച് ആ ഗാർഡന് തീ വയ്ക്കും. ഈ തീ ആളി കത്താൻ തുടങ്ങുമ്പോൾ സെക്യൂരിറ്റി റൂമിൽ അതൊരു ഇഷ്യൂ ആയിട്ട് വിവരം ഫയർ ആൻഡ് സേഫ്റ്റിക്ക് പോകുന്നു. അവർ ജയിലിലുള്ള ആൾക്കാരെ വിളിച്ച് ചോദിക്കും, അവിടെ എന്തോ ഒരു ഫയർ ഉണ്ടായ സിഗ്നൽ കിട്ടുന്നുണ്ടല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞങ്ങൾ വരണമെന്ന്. വില്ലൻ കോൾ എടുത്തിട്ട് പറയും, ഇവിടെ ഒരു കുഴപ്പമില്ല, അത് മിസ്റ്റേക്കൺലി വന്ന ഒരു അലാമാണ്, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ വറി ആവണ്ടെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹീറോ ഒരു മുട്ടം പണി കൊടുക്കുന്നുണ്ട്. കുറേയധികം ഗ്യാസ് സിലിണ്ടറുകൾ ഒരുമിച്ച് വെച്ച് വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കും.
ഈ ബ്ലാസ്റ്റിൽ തീ ആളി കത്താൻ തുടങ്ങി. വലിയ ശബ്ദം ഉണ്ടായി. സോ ഇനി ഫയർ ആൻഡ് സേഫ്റ്റിയെ ഇവര് വരണ്ട എന്ന് പറഞ്ഞാലും അവരെന്തായാലും വന്നിരിക്കും. വില്ലനാണെങ്കിൽ എല്ലാ വയറുകളും കമ്പ്യൂട്ടറുകളും തല്ലി പൊളിച്ചിട്ട് ഈ ജയിലിനകത്തുണ്ടായിരിക്കുന്ന ഒരു കുഴപ്പങ്ങളും പുറം ലോകം അറിയരുത്, ജയില് മൊത്തം ലോക്ക് ചെയ്യും. എന്നിട്ട് ആ വൃത്തികെട്ട എലിയെ പോലീസുകാരും എന്റെ യൂണിറ്റിലെ ആൾക്കാരും എല്ലാവരും ചേർന്ന് കണ്ടുപിടിക്കുക. പുറത്തുനിന്ന് ഒരുത്തനും ഈ ജയിലിനകത്ത് കയറാൻ പാടില്ല എന്ന് പറയും. പക്ഷെ പോലീസ് പട തന്നെ ജയിലിലേക്ക് വരുന്നുണ്ട്. കാരണം മൂത്ത പോലീസുകാരന് ഓൾറെഡി സംശയമുണ്ടല്ലോ. ഈ സമയത്ത് ഹീറോയെ പിടിക്കാൻ വേണ്ടി ഒരു വലിയ കൂട്ടം പോലീസുകാരും തടവുകാരും, ഹീറോ ആണെങ്കിൽ ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് വിഷുവിന് വീണ്ടും വീണ്ടും പൊട്ടിക്കുക. എല്ലാ ബ്ലോക്കിനും തീ വെച്ചു. വില്ലൻ നോക്കുമ്പോൾ അവിടുത്തെ ടവർ ഹൗസിൽ നിന്ന് ഒരാൾ തോക്ക് കൊണ്ട് വെടിവെച്ച് കളിക്കുന്നുണ്ടാവും. ഹീറോയാണത്. ഹീറോ വില്ലന്റെ കാലിന് തൊട്ട് മുന്നിലായി പടപടയെന്നൊരു 10 വെടിവെച്ചിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ അടിയാം, ജയിക്കുന്നവൻ മറ്റവൻ അടിമ, ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാടാന്ന് പറഞ്ഞ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരിന് വില്ലനെ വിളിക്കുക. വില്ലൻ കയ്യിലൊരു കമ്പിവടിയും പിടിച്ചിട്ട് നേരെ ഈ ടവർ ഹൗസിന് മുകളിലേക്ക് വരും. അപ്പൊ ഹീറോ, ഇവിടുന്ന് കാഴ്ച കാണാൻ നല്ല രസമുണ്ടല്ലേ, നീ പറഞ്ഞ വാക്യം ഞാൻ മറന്നിട്ടില്ല, ആരാണോ നിന്നെ എതിർക്കുന്നത് അവരിൽ തലവനെ തട്ടിക്കളയുക, എന്നാൽ നിന്റെ ജോലി എളുപ്പമായി, വാടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞടി. പരസ്പരം 2 പേർക്ക് അടി കിട്ടുന്നുണ്ട്. ഹീറോ വില്ലനെ പിടിച്ച് ഞെരുക്കിയിട്ട്, ഇതാ നിന്റെ ജയിലിലെ നിന്റെ അനുയായികളെല്ലാം കാണുന്നുണ്ട് നീ തല്ലു മേടിക്കുന്നു, ഇനി നിന്നോട് ആരും മര്യാദ കാണിക്കില്ലടാ, നീ ഞാൻ അടിച്ചിട്ട പിണ്ടമാണെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും പൊരിഞ്ഞാട്ടി. അപ്പൊ ഈ ഫയർ ഇൻഫർമേഷൻ കിട്ടിയ പോലീസുകാരാണെങ്കിൽ ജയിലിന്റെ കതവെല്ലാം പൊളിച്ചകത്തേക്ക് കടന്നു. ഇവർക്ക് അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. അവരെല്ലാ തടവുകാരെയും ഗണ്ണ് കാണിച്ച് പിടിച്ചും കഴിഞ്ഞു. ഇനിയിപ്പം മെയിൻ വില്ലൻ അടക്കിയാൽ മതി. അവർ തോക്ക് കാണിച്ച് മൈക്കിൽ വിളിച്ചു പറയും മെയിൻ വില്ലനോട് അടങ്ങാൻ, ഇനി നിനക്ക് രക്ഷയില്ല, നീ പിടിക്കപ്പെട്ടു, ആയുധം താഴെ വെച്ചില്ലെങ്കിൽ വെടിവെച്ച് നിന്നെ ഞങ്ങൾ കൊന്നുകളയും. അപ്പൊ വില്ലൻ, ഇതെന്റെ കോട്ടയാ, ഇവിടുത്തെ നിയമം എന്റേതാ, ആരും എന്നെ ഭരിക്കാൻ വരണ്ടടാ, ആർക്കും ഞാൻ കീഴടങ്ങില്ല, ഇവിടെ ഭരണം എന്റേതാണെന്നും പറഞ്ഞ് അവരെല്ലാം എതിർത്ത് നിൽക്കുക. ഉടനെ ഹീറോ അവനെ കാലേ വാരി നിലത്തടിച്ച് പൊരിഞ്ഞടി കൊടുക്കുന്നുണ്ട്. വലിയ പോലീസുകാരൻ വിളിച്ചു പറയും, അവനെ കൊന്നേക്കല്ലേ, നീ നിന്റെ ജോലി ചെയ്തു കഴിഞ്ഞു, അവനെ ഞങ്ങൾക്കിതാ, ബാക്കിയുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഈ കിട്ടിയ തക്കത്തിന് വില്ലൻ കയ്യിലെ കുപ്പിച്ചില്ലുകൊണ്ട് ഹീറോയെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ഈ ലോകത്തെ ഒരു ജയിലിനും എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ലടാ, എനിക്ക് ഞാൻ തന്നെയാണ് രാജാവ്, ഞാൻ ആർക്കും അടിമയല്ല, ആർക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വില്ലനെ സ്നൈപ്പർ ഇട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് കുറെ ഷാർപ്പ് ഷൂട്ടേഴ്സ്. വില്ലൻ അനങ്ങിയാൽ, ആയുധം ഉപയോഗിച്ചാൽ അവർ വെടിവെച്ച് കൊന്നോളെ. അപ്പൊ ഹീറോ പറയും, അതെ, നിനക്ക് ഈ ഭൂമിയിലെ ഒരു ജയിലും ചേർന്നല്ല, ഒരു ജയിലും നിന്നെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല, നിന്നെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ചത്തുപോ, നരകമാണ് നിനക്ക് ചേർന്ന സ്ഥലം, അവിടുത്തെ ജയിലിൽ പോയിട്ട് അവിടെ ഉള്ളവരെ കൺട്രോൾ ചെയ്യും, ഇപ്പൊ ആർക്കും അടിമയായിട്ട് നിൽക്കണ്ട, ചത്തുപോക്കോളാൻ പറയും. സോ താൻ ആയുധം കൊണ്ട് അനങ്ങിയാൽ തനിക്ക് വെടി പൊട്ടുമെന്ന് വില്ലൻ അറിയാം. ഈ പോലീസുകാർക്ക് താൻ കീഴ്പടിയില്ല എന്ന് പറഞ്ഞിട്ട് വില്ലൻ ആയുധം കൊണ്ട് ഹീറോനെ ഓങ്ങ അടുത്ത സ്പോട്ടിൽ പട്ടേന്ന് വെടിപൊട്ടി അവിടെ വെച്ച് തന്നെ ചോര വാർന്ന് നെഞ്ചു പൊട്ടി മറുകയാ. അങ്ങനെ ബഡാമാസ് വില്ലന്റെ കഥ അതോടെ അവസാനിക്കുന്നു. ഹീറോയെ പോലീസുകാർ സമാധാനിപ്പിച്ച്, കുഴപ്പമൊന്നുമില്ല, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം, ഇജ്ജ് വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു വിട്ടാണ്. അവിടെ വെച്ച് ദ പ്രിസൺ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then, it's bye from ഒരു കഥ.